എല്ലാവർക്കും മാളൂസ് പാരഡൈസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഫ്ലോറിഡ സീരീസിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ടാണ്. മാജിക് കിങ്ഡത്തിലെ 3 കാര്യങ്ങളാണെന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം ഞങ്ങൾ പോയത് ഇറ്റ് ഈസ് എ സ്മോൾ വേൾഡ് എന്ന് പറഞ്ഞൊരു റൈഡാണ്. പിന്നെ ഒരു റോളർ കോസ്റ്റർ റൈഡ്, പിന്നെ ഒരു അണ്ടർ ദ സീ ജേർണി ഓഫ് ലിറ്റിൽ മെർമെയ്ഡിൻ്റെ ഒരു റൈഡും. അങ്ങനെ 3 റൈഡാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് കാണാം ഇറ്റ് ഈസ് എ സ്മോൾ വേൾഡ് എന്ന് പറഞ്ഞ റൈഡ്. ഇറ്റ് ഈസ് എ സ്മോൾ വേൾഡ്, ആ പേര് പോലെ തന്നെ ഇതൊരു ബോട്ട് റൈഡാണ്. നമ്മുടെ ലോകത്തെ പല രാജ്യങ്ങളിലെയും സംസ്കാരം കാണിച്ചുകൊണ്ടുള്ളൊരു ബോട്ട് റൈഡാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ക്യൂട്ടാണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതിൻ്റെ മ്യൂസിക്കും ഒക്കെ നല്ല രസമാണ്. ഈ റൈഡ് നമുക്ക് കണ്ടു നോക്കാം. മിഡിൽ ഈസ്റ്റ് ഒക്കെയാണ് കാണിച്ചിരിക്കുന്നത്, അറേബ്യ. നമുക്ക് ഓരോ വസ്ത്രധാരണയും അവരുടെ ഓരോ ട്രഡീഷൻസും ഒക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ ഭാഗവും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ആ മ്യൂസിക് തന്നെ ഭയങ്കര സൂത്തിങ് ആണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് കാണിച്ചിരിക്കുന്നത് തായ്ലൻഡ് ആണ്. ജപ്പാൻ കാണിക്കുന്നുണ്ട്. പിന്നെ കാണിച്ചിരിക്കുന്നത് താജ്മഹൽ ആണ്, ഇന്ത്യ. ആ സാരിയൊക്കെ എടുത്ത് ആൾക്കാർ ഇരിക്കണ കണ്ടില്ലേ, ലേഡീസ് ഇരിക്കണ കണ്ടില്ലേ. ഓരോ ചെറിയ ഭാഗങ്ങൾ പോലും നന്നായി ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അവര്. അതാണ് ഈ ഡിസ്നി വേൾഡിലെ പ്രത്യേകത. ഇനി കാണുന്നത് ഈജിപ്റ്റ് ആണ്. പിന്നെ നമ്മൾ ആഫ്രിക്കയാണ് കാണുന്നത്. ആഫ്രിക്കയാണ് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം ക്യൂട്ടായിട്ടുള്ള അനിമൽസും പിന്നെ എലിഫൻറ്റിൻ്റെ കയ്യിൽ ബേബി ഇരിക്കുന്നതും പിന്നെ ജിറാഫ്, അങ്ങനെ കുരങ്ങന്മാർ മരത്തിലിങ്ങനെ തൂങ്ങി നിൽക്കുന്ന പോലെ, അതൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയൊരു കാര്യമാണ്. കണ്ടില്ലേ, ആ ഡോളുകളൊക്കെ കണ്ട കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്ന ഞാൻ കണ്ടു. വേറെ കുറേ പിള്ളേരുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റൈഡാണ്. എന്ത് ഭംഗിയാ നോക്കൂ. ഹവായി ആണ് കാണിക്കുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കങ്കാരുവിനെ കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഓസ്ട്രേലിയ ആണെന്ന്. എനിക്ക് മനസ്സിലായതൊക്കെയാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്കും വല്ല ഭാഗങ്ങളും കണ്ട് വല്ല കൺട്രീസും ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻസിൽ എഴുതി അറിയിക്കുക.
പിന്നെ അടുത്ത് നമ്മൾ ബിഗ് തണ്ടർ മൗണ്ടൻ റെയിൽ റോഡ് എന്ന് പറഞ്ഞ റൈഡാണ് കാണാൻ പോകുന്നത്. ഈ റൈഡിൽ ഞാൻ കയറിയില്ല കേട്ടോ, എൻ്റെ ഹസ്ബൻഡും മോളുമാണ് പോയത്. എനിക്കിതുപോലത്തെ റോളർ കോസ്റ്റർ റൈഡുകളൊന്നും ഇഷ്ടമല്ല, എനിക്ക് പേടിയാണ്. കുറേ എന്നെ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ്റെ മോള്, പക്ഷേ എനിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞാൻ പോയില്ല. ഞാൻ ആ സമയം ബേബി ഉണ്ടല്ലോ, ചെറിയ ചെറിയ റൈഡുകളിലൊക്കെ കയറി നടക്കുമായിരുന്നു. പക്ഷെ എനിക്ക് ഈ വീഡിയോയിൽ കൂടെ ഒക്കെ കാണാൻ പറ്റില്ല, അപ്പോൾ അതൊക്കെ തന്നെ വലിയ സന്തോഷം. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നമ്മൾ തന്നെ ഈ ഒരു റോളർ കോസ്റ്റർ റൈഡിൽ പോയ ഒരു എക്സ്പീരിയൻസ് തോന്നും. എനിക്കിങ്ങനെ സ്പീഡിൽ പോകുന്നതൊക്കെ ഭയങ്കര പേടിയാണ്, പക്ഷെ ഭയങ്കര അടിപൊളിയാണെന്നാണ് എൻ്റെ മോള് പറഞ്ഞത്. അപ്പോൾ റോളർ കോസ്റ്റർ റൈഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ നല്ലതായിരിക്കും. പിന്നെ അപ്സൈഡ് ഡൗൺ ഒന്നും പോകുന്നില്ല കേട്ടോ, അങ്ങനത്തെ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് തോന്നുന്നത്. മോളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് വരുന്ന അങ്ങനത്തെയൊക്കെ ഞാൻ കണ്ടു. എന്തായാലും നമ്മൾ ഈ ഭാഗത്തേക്ക് പോയില്ല. പക്ഷെ ഓപ്പൺ റൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്കൊക്കെ നല്ല വ്യൂസ് കാണാൻ പറ്റും. അവരെ ആ ഓരോ ഭാഗവും ഡിസൈൻ ചെയ്തേക്കണ കണ്ടില്ലേ, അതൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. എനിക്ക് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ റോളർ കോസ്റ്റർ റൈഡാണ്. കാരണം ഞാൻ പോയില്ലെങ്കിലും അത്യാവശ്യം നല്ല രസമാണ് കാണാൻ. അപ്പോൾ റോളർ കോസ്റ്റർ റൈഡ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് വേണമെങ്കിൽ മാജിക് കിങ്ഡം എപ്പോഴെങ്കിലും വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ പോവാം. ബിഗ് തണ്ടർ മൗണ്ടൻ റെയിൽ റോഡ് എന്നാണ് റൈഡിൻ്റെ പേര്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പോപ്പുലർ റൈഡുകൾ എന്ന് ഞാൻ പറയുന്ന റൈഡുകൾ എപ്പോഴും നേരത്തെ നമ്മൾ മുൻകൂട്ടി ഫാസ്റ്റ് പാസ് എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുക്കുകയാണ് നല്ലത്, എന്നാലും നമുക്ക് ആ റൈഡിൽ കയറാൻ പറ്റൂ. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ ഒരുപാട് റെഫർ ചെയ്തിട്ടാണ് ഫ്ലോറിഡയ്ക്ക് പോയത്. കുറേ റൈഡുകൾ നമ്മൾ നോക്കി ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് പോയത്. പ്ലാൻ ചെയ്തിട്ടൊന്ന് പോവാമെന്ന് മാത്രം, അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ പ്ലാനൊക്കെ നടക്കുമെന്നൊന്നും അറിയില്ല. പക്ഷെ നമുക്കൊരു സമാധാനം നമ്മൾ പ്ലാൻ ചെയ്തു എന്ന്. കാരണം ഒരുപാട് റൈഡുകൾ ഉള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടൊരു ചെറിയൊരു ഐഡിയ എങ്കിലും ഉണ്ടാവണം അവിടെ പോണതിന് മുമ്പ്, അല്ലെങ്കിൽ നമുക്ക് എല്ലാം മിസ്സാവും. ഓരോ ടൈമിലാണ് ഓരോ റൈഡ്. ചില പോപ്പുലർ റൈഡ് ഷോസ് ഒക്കെ നിങ്ങൾ സമയം നോക്കിയിട്ട് വേണം പോകാൻ. ആ സമയത്ത് പോയില്ലെങ്കിൽ നമുക്ക് മിസ്സാവും. ഓരോ ഷോസിനും ഓരോ സമയമുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ആ ലൊക്കേഷനിൽ എത്തണം. അടുത്തത് പോകാൻ പോകുന്നത് അണ്ടർ ദ സീ ജേർണി ഓഫ് ദ ലിറ്റിൽ മെർമെയ്ഡ് എന്ന് പറഞ്ഞൊരു റൈഡാണ്. ചെറിയ രീതിയിൽ ഒരു ബോട്ടിൽ നമ്മൾ പോകുന്ന ആംബിയൻസ് ആണ്. പക്ഷെ റിയൽ ആയിട്ട് വെള്ളമൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് നമ്മുടെ മേത്ത് വെള്ളമൊന്നും പറ്റില്ല. ഈ അനിമേഷൻസ് ഒക്കെ ഹാൻഡ് ഡ്രോൺ അനിമേഷൻ സീക്വൻസ് ആണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരേ സമയത്ത് ഇത്രയും അധികം ക്യാരക്ടേഴ്സിനെ അനിമേറ്റ് ചെയ്ത് കാണിക്കാനൊക്കെ ഭയങ്കര ഒരു എഫേർട്ടാണ്. അതുപോലെ തന്നെ അത് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഡിസ്നിയുടെ ഒരു കഴിവ് തന്നെയാണ്. ഡാൻസിങ് ഫിഷ്, അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാൻ. ഈ കുട്ടികൾക്ക് ഈ ക്യാരക്ടേഴ്സിനെയൊക്കെ അറിയാമല്ലോ, അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടേഴ്സിനൊന്നും അത്രയും അറിയില്ല. മെയിനായിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സിനെ അറിയാമെന്നല്ലാണ്ട് ഞാൻ അത്രയും കാർട്ടൂണൊന്നും കാണാറില്ല. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ഹാപ്പിയാവും. കണ്ടില്ലേ ആ ഫിഷൊക്കെ ഡാൻസ് ചെയ്യുന്നതും എന്തൊരു ഭംഗിയായിട്ട് അവർ ചെയ്തിരിക്കുന്നത്. സീ അനിമോൺസും പല രീതിയിലുള്ള അനിമൽസും അവർ ഡാൻസ് ചെയ്യണതും പാട്ട് പാടുന്നതും ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. നമുക്ക് ബോറടിക്കൊന്നുമില്ല. കുട്ടികളാണെങ്കിൽ ഇതൊക്കെ നോക്കിയിരുന്നോളൂ കുറച്ചു നേരം. ഒരു മഹാ അത്ഭുതം തന്നെയാണ് ഈ ഡിസ്നി വേൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മാജിക് കിങ്ഡം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇതുപോലത്തെ ക്യൂട്ടായിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ള റൈഡുകളാണ്. ഇനി ഒരുപാട് റൈഡ്സ് വരുന്നുണ്ട് കേട്ടോ.
ഇതോടുകൂടി ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് ഭാഗം ഈ വീഡിയോൻ്റെ. ഇതുപോലത്തെ അടിപൊളി വീഡിയോസൊക്കെ ഇനിയും വരുന്നുണ്ട്. അപ്പം അതൊന്നും കാണാൻ മറക്കരുത്. ഇപ്പോൾ കുട്ടികളെയൊക്കെ കാണിക്കാൻ മറക്കരുത് ഈ വീഡിയോ. അവർ റിയലി എൻജോയ് ചെയ്യും. ഇപ്പോൾ ഡിസ്നി കാണാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യണം. കുട്ടികളുടെ നല്ല പ്രായത്തിൽ തന്നെ അവർ ആ ക്യാരക്ടേഴ്സിനെയൊക്കെ എൻജോയ് ചെയ്യുന്ന ഏജിൽ തന്നെ കൊണ്ടുപോകണം എപ്പോഴും നല്ലത്. Thank you for watching. There's going to be more Florida video and hope you enjoy. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഒരു ബൈ.